ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പശ്ചിമ ബംഗാളിൽ തോറ്റ് തുന്നം പാടിയ മമതാ ബാനർജി രാജിവെക്കുകയോ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയോ ചെയ്യില്ലത്രേ. അല്ല, ഇനിയിപ്പോ BJP NDA ധർമ്മസങ്കടത്തിലായല്ലോ. ഇനി എന്തു ചെയ്യും? ഞാൻ ഗവർണറെ കാണുകയോ ഗവർണർക്ക് രാജിക്കത്ത് ചെയ്യുകയോ ചെയ്യില്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി. ഇതാണ് മമതയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതുപോലെ പണ്ട് നമ്മുടെ ഇന്ത്യൻ ഉരുക്കു വനിതയും ചെയ്തിട്ടുണ്ട്. 1971 തെരഞ്ഞെടുപ്പിൽ മൂക്ക് നീണ്ട ഇന്ദിരാഗാന്ധി അല്പം കൃത്രിമം കാണിച്ചു. ഇത് കണ്ടുപിടിച്ച അലഹബാദ് ഹൈക്കോടതി ഭരണത്തിൽ നിന്ന് കുറച്ചുനാൾ, അതായത് 1 വർഷത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. കൂടാതെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയും ചെയ്തു. അല്പം നാണവും മാനവും ആത്മാഭിമാനമുള്ളവരുമാണെങ്കിൽ എന്തു ചെയ്യും? വിധി കേട്ട ഉടനെ തന്നെ തൻ്റെ മേലുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നത് വരെ, ബോധ്യപ്പെടുത്തുന്നത് വരെ മാറി നിൽക്കും. എന്നാൽ മൂക്ക് നീണ്ട ഇന്ദിരാഗാന്ധി ചെയ്തത് എന്താണെന്നറിയോ? തൻ്റെ അധികാരം ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ഇന്ത്യയിൽ എങ്ങും ആരും കാണാത്ത ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരികയും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ തൻ്റെ അധികാരം നിലനിർത്തുകയും ചെയ്തു. ഇതേ 19ാമത്തെ അടവ് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ സമ്പൂർണ്ണ തോൽവി നേരിട്ട മമതാ ബാനർജി താൻ തോറ്റിട്ടില്ല, അതുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ല എന്നുമാണ് ശാഠ്യം പിടിക്കുന്നത്. ജനവിധി മൊത്തത്തിൽ കൊള്ളയടിക്കപ്പെട്ടത്രേ. അതുപോലെ തന്നെ തൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുമില്ല. ഇതാണ് അവർ ആണയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇത് ഇന്ദിരയുടെ ജീവചരിത്രം വായിച്ച് പ്രാവർത്തികമാക്കിയതാണോ, ഇനി ഇന്ദിരയുടെ ചെറുമകന്റെ ഉപദേശമാണോ ഈ കടുംപിടുത്തത്തിന് കാരണം? ദൈവത്തിനറിയാം. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാട് കോൺഗ്രസ് ജയിക്കുന്നത് എവിടെയാണോ അവിടെ മാത്രമാണ് ജനാധിപത്യം, അവിടെ മാത്രമാണ് ജനവിധി സാധാരണ രീതിയിൽ നടന്നത്. നേരെ മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ഏതെങ്കിലും സംസ്ഥാനത്തിൽ വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾ പറയും വോട്ട് ചോരി, EVM മെഷീൻ തട്ടിപ്പ് എന്നൊക്കെ. നമ്മുടെ ഭാരതം ഭരിക്കേണ്ടത് എന്നും മോത്തിലാൽ നെഹ്റു എന്ന ജിഹാദിയുടെ പരമ്പരകളാണ് എന്ന രാഹുലിന്റെ ഒരു ബോധം പോലെയാണ് ഇപ്പോൾ മമതയുടെയും മമതയില്ലാത്ത ഈ കോപ്രായങ്ങൾ കാണിച്ചു തരുന്നത്. എന്തായാലും ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, വോട്ടെണ്ണൽ കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പുറത്തു വന്നാൽ ഭൂരിപക്ഷമുള്ളവർക്ക് അധികാരം കൈമാറാൻ നിലവിൽ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. കുറച്ച് മനോവിഷമത്തോടെയാണെങ്കിലും മമതാ ബാനർജി മാനത്തോടെ തോൽവി അംഗീകരിച്ച് ആ കസേര കൈമാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? മറ്റൊരു നല്ലൊരു വീഡിയോ വിട്ട് വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.